ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാനായി നിങ്ങൾ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? അത് വലിയ വിജയമായി നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ ആ വിഷയത്തെക്കുറിച്ച്. ജീവസന്ദേശത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയത് വെറുമൊരു യൗവന സഹജമായ കൗതുകമായി തോന്നാമെങ്കിലും അതിൻ്റെ ഭീകരമായ അനന്തഫലങ്ങൾ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എത്രമാത്രം ജാഗ്രതയും വിവേകവും പുലർത്തണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. മനുഷ്യ ബന്ധങ്ങളിലെ സങ്കീർണതയും വിവേചനമില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളും എത്ര വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് ഒരു കുടുംബത്തെ നയിക്കുന്നതെന്നും ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം. മനുഷ്യബന്ധങ്ങളിലെ ഉലച്ചിൽ എത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നറിയാമോ? എന്തുകൊണ്ടാണ് ബന്ധങ്ങൾ ഉലയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാന കാരണം ദൈവവുമായുള്ള ബന്ധം ശരിയല്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയും. ദൈവത്താൽ സ്പർശിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി ബന്ധങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കും. അവർ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുന്നത് കൊണ്ട് അവരുടെ ബന്ധങ്ങൾ ദൃഢമായിരിക്കും. തൻ്റെ സഹോദരൻ ഏശാവുമായുള്ള കണ്ടുമുട്ടലിന് ശേഷം യാക്കോബും അവൻ്റെ കുടുംബവും ശേഖേമിൽ തങ്ങുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ അവസാനം നാം കണ്ടു കഴിഞ്ഞത്. യാക്കോബ് ശേഖേമിൽ തന്നെ തങ്ങിയത് വലിയ തെറ്റായിപ്പോയി. കാരണം അതിനുശേഷം അവൻ്റെ കുടുംബത്തിൽ അനവധി പ്രശ്നങ്ങൾ ആരംഭിച്ചു. ലേയ യാക്കോബിന് പ്രസവിച്ച മകൾ ദീനയെ ഹിവ്യനായ ഹമോരിൻ്റെ മകനായ ശേഖേം മാനഭംഗപ്പെടുത്തുന്നു. അതേ തുടർന്ന് ദീനയുടെ സ്വന്തം സഹോദരന്മാരായ ശിമയോനും ലേവിയും ഹാമോരിൻ്റെ പട്ടണത്തിലെ എല്ലാ നിവാസികളെയും കൊന്ന് പകരം വീട്ടുന്നു. ഇത് യാക്കോബിൻ്റെ കുടുംബത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. എത്ര മായിച്ചാലും മായാത്ത ഒരു കറ ആ കുടുംബത്തിന്മേൽ കൊണ്ടുവന്ന ഒരു സംഭവമാണിത്. ലാബാനുമായുള്ള ബന്ധം വിട്ടെങ്കിലും അവൻ്റെ സ്വാധീനം യാക്കോബിൻ്റെ കുടുംബത്തിൽ നിന്നും പെട്ടെന്നൊന്നും വിട്ടുമാറിയിട്ടില്ല എന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ നിന്ന് യാക്കോബിനെയും കുടുംബത്തെയും മാറ്റുക വഴി ദൈവം ചെയ്തത് എത്ര നല്ല കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വളരെ ഊന്നൽ കൊടുക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വംശപാരമ്പര്യം അല്ലെങ്കിൽ പൈതൃക ഗുണം. ശ്രദ്ധിക്കുക, വർഗീയതല്ല ഞാൻ പറഞ്ഞത്, പൈതൃക ഗുണം. ഒരു ദൈവ പൈതലിനെ തന്നെ വിവാഹം ചെയ്യേണ്ടതാണെന്ന് ദൈവം നിഷ്കർഷിച്ചു. ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വംശത്തെ വാർത്തെടുക്കുവാൻ അത് അത്യന്താപേക്ഷിതമായിരുന്നു. രണ്ടാമത്തെ പ്രധാന പാഠം ഒരു വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഈ പ്രത്യേകത നാം കാണുന്നതാണ്. അവനൊരു വലിയ കുടുംബമുണ്ടായിരുന്നു. 12 പുത്രന്മാർ മാത്രമല്ല, പുത്രിമാരും ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഒരു പുത്രിയുടെ വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കാരണം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ആ ദുഃഖകഥ ദീന എന്ന ആ മകളെ സംബന്ധിക്കുന്നതാണല്ലോ. എന്നാൽ യാക്കോബിന് വേറെയും പുത്രിമാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഉൽപ്പത്തി പുസ്തകം ശരിക്കും മനസ്സിലാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന യാഥാർത്ഥ്യമാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. ഏശാവ് ഇസഹാക്കിൻ്റെ ഇഷ്ടപുത്രനായിരുന്നു. യാക്കോബ് റെബേക്കയുടെയും ഇഷ്ടപുത്രനായിരുന്നു. ഇക്കാര്യത്തിൽ ആ കുടുംബത്തിൽ വളരെയേറെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴിതാ യാക്കോബിൻ്റെ ഭവനത്തിലും പ്രശ്നം. യാക്കോബ് ശേഖേമിൽ നിൽക്കുകയും അവിടെ അല്പം താമസിക്കുകയും ചെയ്യുന്നു. ഇതവന് വളരെയേറെ ദുഃഖം വരുവാൻ കാരണമായ സംഭവങ്ങൾക്ക് വഴിയൊരുക്കി.
ഉള്ളത് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം ശോചനീയവും വെറുപ്പും അറപ്പും ഉളവാക്കുന്നതുമായ ഒരു അധ്യായമാണ്. യാക്കോബ് ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യം ഒരു യാഗപീഠം പണിയുകയും അതിന് മനോഹരമായൊരു പേരിടുകയും ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുക മൂലം അവൻ ജീവനുള്ള സത്യദൈവത്തിനൊരു സാക്ഷിയായി ആ നാട്ടിൽ. അവൻ്റെ ജീവിതത്തിനൊരു രൂപാന്തരമുണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ അവൻ്റെ വളർച്ച വളരെ സാവധാനമായിരുന്നു. ഇത് നമുക്കൊരു വലിയ പാഠമാണ്. നിങ്ങളൊരു ദൈവ പൈതലായി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുമെന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചു വന്ന അനേകരും നിരാശപ്പെട്ട് പരാജയപ്പെട്ട് തിരികെ പോയതെനിക്കറിയാം. മറ്റു പലരും വളർന്നെന്ന് അഭിമാനിച്ചെങ്കിലും ഇപ്പോൾ ആകെ കിടന്ന് കുഴയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനായിരിക്കുന്നതിനാൽ ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന പൂർണ്ണ വളർച്ചയെത്തിയ പുത്രന്മാരായി ദൈവ കുടുംബത്തിലേക്ക് ദൈവം നമ്മെ ദത്തെടുക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മീക വളർച്ചയും പുരോഗതിയും വളരെ സാവധാനമായിരിക്കും. നമ്മെ നീതിമാന്മാരെന്ന് ദൈവം പരിഗണിച്ചു. അത് ദൈവം നമുക്ക് നൽകിയ ഒരു സ്ഥാനമാണ്. എന്നാൽ വാസ്തവത്തിൽ ആ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് നാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മെ കൈവിടില്ല. നമ്മുടെ ദൈനംദിന ജീവിതം ശിമോൻ പത്രോസിൻ്റേതുപോലെ ആയിരിക്കും. ഇവിടെ ഇടറുകയും അവിടെ വീഴുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. പല പ്രാവശ്യം വീണെങ്കിലും ശിമോൻ പത്രോസ് വീണ്ടും വീണ്ടും എഴുന്നേൽക്കുകയും ശരീരത്തിൽ പറ്റിയ പൊടിയൊക്കെയും തട്ടിക്കളയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു സുദിനം സമാഗതമായി. അന്നു മുതൽ പത്രോസിന് കർത്താവിനോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് ചെയ്തതുപോലെ ഒടുവിലൊരു ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് അവൻ നടന്ന് ചെന്നു. അതാണ് ഉന്നതമായ വളർച്ച. നമ്മുടെ ജീവിതത്തിലും ആത്മീയ വളർച്ച വളരെ സാവധാനമായിരിക്കും. ഒറ്റ ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട്, 3 മാസം കൊണ്ട് ഞാനെല്ലാം തികഞ്ഞവനായി തികഞ്ഞവളായി എന്ന് കാണിക്കുവാൻ തത്രപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല സുഹൃത്തെ. അതിൻ്റെ അർത്ഥം പാപത്തെ നിസ്സാരമായി കാണണമെന്നല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവരിൽ നിന്നും എത്രമാത്രം വൻകാര്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മിൽ നിന്നും വളരെയേറെ പ്രതീക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? സ്വന്തം ജീവിതങ്ങളിൽ നിന്നും നമ്മൾ പലപ്പോഴും കിടന്ന് നട്ടം തിരിയുകയല്ലേ ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒട്ടും ആകർഷകമല്ലാത്ത 3 അധ്യായങ്ങളുണ്ട്. അവയെല്ലാം ലാബാൻ്റെ മൂത്ത മകളായ ലേയുടെ കുട്ടികളെ സംബന്ധിക്കുന്നതാണ്. ശ്രദ്ധിക്കണം. ഇതൊരു വലിയ സത്യം വിളിച്ചറിയിക്കുന്നു. ദൈവം ബഹുഭാര്യത്വം അംഗീകരിക്കുന്നില്ല. അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ 3 അധ്യായങ്ങൾ. ഇതൊരു പരിധിവരെ യാക്കോബിന്മേൽ അടിച്ചേൽപ്പിച്ച ബന്ധമാണില്ലേ. അതുകൊണ്ട് ഇത് യാക്കോബിൻ്റെ കാര്യത്തിൽ ശരിയാകുന്നില്ല എന്ന് ഞാൻ മറക്കുന്നില്ല. ഈ ഭാഗത്ത് നാം കാണുന്നത് ലേയയുടെ മക്കളെല്ലാം പാപത്തിലകപ്പെടുന്നതാണ്. അവൾക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. 34 അധ്യായത്തിൽ ശിമെയോനും ലേവിയും, 35 അധ്യായത്തിൽ ആദ്യജാതനായ രൂബേനും, 38 അധ്യായത്തിൽ യഹൂദയും വഴിതെറ്റുന്നു. ലേയുടെ പുത്രന്മാരെല്ലാം വളരെ മോശമായി പ്രവർത്തിക്കുകയും നികൃഷ്ടമായ പാപത്തിലകപ്പെടുകയും ചെയ്യുന്നു. ഈ കുടുംബങ്ങളിലെ വഴക്കുകളെല്ലാം നാം കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഇത് നികൃഷ്ടമായ പാപം രംഗപ്രവേശനം ചെയ്യുന്നു. അബ്രഹാമിൻ്റെയോ ഇസഹാക്കിൻ്റെയോ കുടുംബത്തിൽ ഇല്ലാതിരുന്ന ധാർമ്മിക അധപ്പതനവും കൃത്രിമത്വവും യാക്കോബിൻ്റെ കുടുംബത്തിൽ നുഴഞ്ഞു കയറി. അബ്രഹാമിനും ഇസഹാക്കിനും തങ്ങളുടെ കുടുംബത്തിൽ വളരെയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, സംശയമില്ല. എന്നാൽ യാക്കോബിൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ യാതൊന്നുമല്ലായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ദൈവം യാക്കോബിനെയും കുടുംബത്തെയും ലാബാൻ്റെ സ്വാധീനത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നത്. ലാബാൻ്റെ ഭവനത്തിലെ അന്തരീക്ഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന നീചമായ പാപങ്ങൾക്ക് പശ്ചാത്തലമായി തീർന്നു. എന്നാൽ തൻ്റെ പുത്രൻ വന്ന് ജനിക്കുവാനുള്ള ആ വംശം മലിനപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ശേഖേം പട്ടണത്തിനടുത്തൊരു ചെറിയ സ്ഥലം വാങ്ങിയെന്ന് കാണുന്നു. എന്നാൽ അതത്ര നല്ല സ്ഥലമല്ലായിരുന്നു. അതുകൊണ്ട് യാക്കോബിനെ അവിടെ നിന്നും വേർതിരിക്കുവാൻ, മാറ്റിക്കളവാൻ ദൈവം പരിപാടിയിട്ടു.
അത് ഏറ്റവും നല്ല ദൈവിക പദ്ധതിയാണെന്ന് ഈ അധ്യായം വായിച്ചു കഴിയുമ്പോൾ നിങ്ങളും സമ്മതിക്കും. ഞാൻ 34-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. എന്നാൽ ഹിവ്യനായ ഹമോരിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി. ദീന ശേഖേം പട്ടണത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങുവാൻ പോയി. അപ്പോഴാണ് ഈ സംഭവം. ശേഖേം അവളെ മാനഭംഗപ്പെടുത്തി, ഇന്നത്തെ ഭാഷയിൽ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചു. യാക്കോബിനിത് എത്ര വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കണം. ആ സാഹചര്യത്തിലും സ്ഥലത്തും തുടർന്നാൽ ഇനിയും അനർത്ഥങ്ങൾ സംഭവിക്കാം. പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ അനുയോജ്യമായ ഒരു അന്തരീക്ഷമല്ല അവിടെ ഉള്ളത്. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു. അവൻ ബാലയെ സ്നേഹിച്ചു, ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു. ശേഖേം തൻ്റെ അപ്പനായ ഹാമോറിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ശേഖേമിന് ആ പെൺകുട്ടിയെ നശിപ്പിച്ചുപേക്ഷിച്ച് കളയണം എന്ന ചിന്തയില്ലായിരുന്നുവെന്നാണ്. ശേഖേം ദീനയെ സ്നേഹിച്ചു, അവളെ വിവാഹം ചെയ്യുവാൻ തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശം. ഓർക്കണം, അവൻ ആ നാട്ടിലെ പ്രഭുവാണ്, സാധാരണക്കാരനായിരുന്നില്ല. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, തൻ്റെ മകളായ ദീനയെ അവൻ വഷളാക്കിയെന്ന് യാക്കോബ് കേട്ടു. അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിലായിരുന്നു. അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു. ശേഖേമിൻ്റെ അപ്പനായ ഹാമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. 7-ാം വാക്യം, യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിൻ്റെ മകളോടുകൂടെ ശയിച്ചു. അങ്ങനെ അരുതാത്ത കാര്യം ചെയ്ത് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി, മഹാകോപവും ജ്വലിച്ചു. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുതായിരുന്നു, എന്നാൽ സംഭവിച്ചു പോയി. ഇപ്പോൾ അവൻ ബാലയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് ഇതേക്കുറിച്ച് കേട്ടപ്പോൾ തൻ്റെ പുത്രന്മാർ വരുന്നതുവരെ അവൻ കാത്തിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെയാണ് സാഹചര്യം. എൻ്റെ അഭിപ്രായത്തിൽ യാക്കോബ് ഇത്രയും അധികം അവർക്ക് പറഞ്ഞു കൊടുത്ത് ചൂടാക്കേണ്ടതില്ലായിരുന്നു. ശേഖേമിൻ്റെ പിതാവ് വന്നപ്പോൾ അവരുടെ ഉദ്ദേശം വ്യക്തമായി. യാക്കോബ് അതിന് സമ്മതിച്ചു കാണും. കാരണം അങ്ങനൊരു സാഹചര്യത്തിൽ ഏറ്റവും യുക്തമായിട്ടുള്ളത് അതാണല്ലോ, ഈ ബാലയെ അവർക്ക് കൊടുക്കുക. ഏതായാലും അവർ അത് കൈകാര്യം ചെയ്ത വിധം ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നതല്ലായിരുന്നു എന്നത് തീർച്ചയാണ്. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഹാമോർ അവരോട് സംസാരിച്ചു. എൻ്റെ മകൻ ശേഖേമിൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു. അവളെ അവന് ഭാര്യയായി കൊടുക്കണം. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ എടുക്കുകയും ചെയ്യുവീൻ. ഇവർ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റായിരുന്നുവെങ്കിലും ഈ സാഹചര്യത്തിൽ ദീനായ ശേഖേമിന് കൊടുക്കുന്നതായിരുന്നു ബുദ്ധി. കാരണം അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായൊരു പാപം ചെയ്യാതിരിക്കുവാൻ അവരെ സഹായിച്ചേനെ. എന്നാൽ ഇവിടെ സംഗതികളെല്ലാം തകിടം മറിയുന്നതായി കാണുന്നു. ഇതെല്ലാം മറ്റൊരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. യാക്കോബ് അവിടെ നിന്ന് മാറിപ്പോയേ മതിയാകൂ. ഇതവന് പറ്റിയ സ്ഥലമല്ല. അവർ ആ ദേശക്കാരുമായി ഇടകലരരുത്. അതാണ് 13-14 വാക്യങ്ങളിൽ നാം കാണുന്നത്. തങ്ങളുടെ സഹോദരിയായ ദീനായെ ഇവൻ വഷളാക്കിയത് കൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാർ ശേഖേമിനോടും അവൻ്റെ അപ്പനായ ഹമോറിനോടും സംസാരിച്ചു. കപടമായി ഉത്തരം പറഞ്ഞത്, ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല. അത് ഞങ്ങൾക്ക് അപമാനമാകുന്നു. എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം. വളരെ കൃത്യമായ ഒരു പദ്ധതിയുമായിട്ടാണ് ഈ ഹമോറും ശേഖേമും വന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ യാക്കോബ് ഗൃഹനാഥൻ എന്ന നിലയിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നുവെന്നാണ്. തീരുമാനമെടുക്കുവാൻ മക്കളെ അനുവദിക്കരുതായിരുന്നു. ശേഖേമിനെയും ഹമോരിനെയും വഞ്ചിക്കുവാൻ യാക്കോബ് തൻ്റെ മക്കളെ അനുവദിച്ചത് തെറ്റായിപ്പോയി. എന്നാൽ മറ്റൊരു വിഷയം ഇവിടെ എന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതായത് മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന പാപം അവഗണിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വെച്ചിട്ട് അഗ്രചർമ്മികളുമായി വിവാഹബന്ധം കൂടരുത്
എന്ന ദൈവനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ കാര്യങ്ങളെ കാണുവാൻ ശ്രമിക്കുകയാണ്. അതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം. മറ്റേത് സാരമില്ലാത്തതുപോലെ അവർ സംസാരിക്കുന്നു. 15-ാം വാക്യം മുതൽ നാം കാണുന്നത്, നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്തൊരു ജനമായിത്തീരുകയും ചെയ്യാം. പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടു പോരും. യാക്കോബിൻ്റെ മക്കൾ അവരോട് ആവശ്യപ്പെടുന്നത് പരിച്ഛേദന എന്ന ആചാരത്തിൽ കൂടി കടന്നു പോകുവാനാണ്. എത്ര വിചിത്രമായൊരു കാര്യം! പെണ്ണ് കെട്ടുവാൻ കാണിക്കുന്ന അർത്ഥമില്ലാത്ത ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും അരങ്ങേറുന്നുണ്ട്. എത്ര വാസ്തവമാണല്ലേ? പെണ്ണിൻ്റെ അല്ലെങ്കിൽ പയ്യൻ്റെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടക്കണമെന്ന് ഭയങ്കര നിർബന്ധമുള്ളതിനാൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് വെള്ളം തളിച്ചോ വെള്ളത്തിൽ മുക്കിയോ സഭയിൽ ചേർത്ത് കല്യാണം കഴിപ്പിക്കും. ഈ പറയുന്ന സമയത്ത് എടുക്കുന്ന പ്രതിജ്ഞയ്ക്കോ അപ്പോൾ നടക്കുന്ന ആചാരങ്ങൾക്കോ ഇങ്ങനെ ചേർക്കുന്ന ആൾ യാതൊരു വിലയും കൽപ്പിക്കാറില്ല. ഒരർത്ഥത്തിൽ കല്യാണം കഴിക്കുവാൻ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ഒരുതരം തട്ടിപ്പല്ലേ? പല സഭയിലും പുതിയതായി അംഗങ്ങൾ ചേരുന്നത് എന്തിനാണെന്ന് ചിന്തിക്കൂ. എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടാണെങ്കിൽ അത് തികച്ചും തെറ്റാണ്. ഇവിടെയും ഈ കൂട്ടത്തെ അങ്ങനെ ആക്കാനാണ് യാക്കോബിൻ്റെ മക്കൾ ശ്രമിക്കുന്നത്. യാക്കോബിൻ്റെ പുത്രന്മാർ പറയുന്നു, നീ പരിച്ഛേദന എന്ന കർമ്മത്തിലൂടെ കടന്നു പോകുമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം താനേ ശരിയായിക്കൊള്ളും എന്ന്. ഒരു വലിയ പങ്ക് ആളുകളും ചിന്തിക്കുന്നത്, അവർ ഒരു സഭയിൽ ചേർന്നാൽ, തലകുലുക്കുവാൻ പഠിച്ചാൽ, കൈപൊക്കുവാൻ പഠിച്ചാൽ, ശരിയായ വാക്കുകൾ ഉപയോഗിക്കുവാൻ പഠിച്ചാൽ, ശരിയായ വാക്യം ഉദ്ധരിച്ചാൽ പിന്നെ ഒരു വിശ്വാസിയായെന്നാണ്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുമെങ്കിൽ ചിലതൊക്കെ സംഭവിക്കും, സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഒരു വ്യത്യസ്ത വ്യക്തിയായിരിക്കും സുഹൃത്തെ. അല്ലാതെ സഭ മാറിയത് കൊണ്ടോ മതം മാറിയത് കൊണ്ടോ പേര് മാറിയത് കൊണ്ടോ അങ്ങനെ ഒന്നുകൊണ്ടും ഒരു വ്യക്തിക്ക് പുതിയ ഹൃദയം ലഭിക്കുന്നില്ല. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹമില്ലാതെ നിങ്ങൾക്കൊരു ദൈവവൈതലാകുവാൻ സാധ്യമല്ലേ അല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനായി ഒരു സഭയിലെ അംഗമായിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഏതായാലും യാക്കോബിൻ്റെ പുത്രന്മാർ ആവശ്യപ്പെട്ടതുപോലെ ശേഖയം ചെയ്യുന്നു. അവരുടെ പട്ടണത്തെ മുഴുവൻ അവർ അതിനകത്തുൾപ്പെടുത്തി എന്നതാണ് ഖേദകരം. നിരപരാധികളായ 100 കണക്കിന് ആളുകൾ. ഏതായാലും കാര്യങ്ങൾ ശേഖേമും പിതാവും പറഞ്ഞതുപോലെ നടന്നു. വേറൊരു കാര്യം കൂടി ഈ ജനത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധത്തിലേർപ്പെടുന്നത് മൂലം യാക്കോബിൻ്റെ സ്വത്തുക്കൾ കൂടി അവർക്ക് കൈക്കലാക്കാമെന്ന് അവർ ചിന്തിച്ച് കാണും. അങ്ങനെ 2 കൂട്ടർക്കും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരുന്നത്. ഇന്നത്തെ പല വിവാഹങ്ങളും നടക്കുന്നത് അങ്ങനെയാണല്ലോ, വ്യത്യസ്ത ലക്ഷ്യങ്ങളുമായി. 23 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്കാകില്ലയോ? അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി, എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹമോരിൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെയും മകൻ ശേഖേമിൻ്റെയും വാക്ക് കേട്ടു. പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ 2 പുത്രന്മാരായി ദീനായുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അവിശ്വാസികളിൽ പരിച്ഛേദന എന്ന കർമ്മം നടത്തുന്നത് എത്രമാത്രം നികൃഷ്ടമാണെന്നറിയാമോ? മാനസാന്തരപ്പെടാത്ത വ്യക്തിയെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുന്നത് പോലെയാണിത്. ഇന്നിത് വളരെ നടക്കുന്നുണ്ട്. യഥാർത്ഥ ദൈവമക്കളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞതെന്നറിയാമല്ലോ. ഏതായാലും ഇനി യാക്കോബിൻ്റെ മക്കളുടെ യഥാർത്ഥ നിറം കാണുവാൻ പോവുകയാണ്. തികച്ചും വഞ്ചനയായിരുന്നു അവിടെ സംഭവിച്ചത്. ശിമയോനും ലേവിയും ദീനായുടെ സ്വന്തം സഹോദരന്മാരായിരുന്നു. അതായത് യാക്കോബിന് ലേയയിലുണ്ടായ മക്കൾ. അവർക്കാണ് കൂടുതൽ പ്രതികാരവാഞ്ചി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രതികാരത്തിൽ അവർ അതിരുകളെല്ലാം ലംഘിച്ചു. ദീനയെ മാനഭംഗപ്പെടുത്തി എന്നുള്ളതോ ഹമോർ
യാക്കോബിനുള്ളത് കൈക്കലാക്കുവാൻ ചിന്തിച്ചിരുന്നു എന്നുള്ളതോ ഒന്നും ശിമയോൻ്റെയും ലേവിയുടെയും പ്രവർത്തനത്തെ ന്യായീകരിക്കുവാൻ ഉതകില്ല. അവർ ആ ദേശക്കാരോട് ചെയ്തത് തികച്ചും നികൃഷ്ടമായ വഞ്ചനയായിരുന്നു. അതൊരിക്കലും ന്യായീകരിക്കുവാൻ സാധിക്കില്ല. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ ഹമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനായ ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹിതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. യാക്കോബിൻ്റെ മറ്റ് പുത്രന്മാരും ഇപ്പോൾ ഇവരോട് കൂടെ കൂടി. യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ അത്യാഗ്രഹം ഇതിലൂടെ വെളിപ്പെടുന്നു. അത് അവർ ലാബാൻ്റെ വീട്ടിൽ നിന്നും പഠിച്ചതാണെന്ന് ഓർത്തോണം. 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലും ഉള്ളവയൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി. വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കും. ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ ഇത് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റായ സമീപനം കാണുന്നു. യാക്കോബ് ശിമയോനെയും ലേവിയെയും ശാസിക്കുന്നത് എന്തിനാണെന്ന് ശ്രദ്ധിച്ചോ? അവർ അവനെ നാറ്റിച്ചു, വിഷമത്തിലാക്കി എന്നതിനാണത്. അല്ലാതെ അവർ ചെയ്ത പാപത്തെ അവൻ ശാസിക്കുന്നില്ല. പലപ്പോഴും പാപത്തെക്കുറിച്ചും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് തെറ്റായ ഒരു കാഴ്ചപ്പാടുണ്ടാകാറുണ്ട്. അതായത്, എൻ്റെ പ്രവർത്തനം കൊണ്ട് എനിക്കുണ്ടാകുവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ മാത്രമേ ഞാൻ ചിന്തിക്കൂ. ചില പ്രത്യേക വിഷയങ്ങളിൽ തങ്ങളുടേതായ ഒരു നിലപാട് പല വിശ്വാസികളും എടുക്കാറില്ല. അതിൻ്റെ കാരണം അറിയാമോ? തങ്ങൾ കൂടി നടക്കുന്ന ചെറിയ കൂട്ടത്തിൽ അവരുടെ അഭിപ്രായം അംഗീകരിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അവർ സഹകരിച്ച് നടക്കുന്ന സമൂഹം ചെയ്യുന്നത് തെറ്റാണെങ്കിലും അതിന് നേരെ കണ്ണടയ്ക്കും. അല്ലെങ്കിൽ അവർ നമ്മെ ഒറ്റപ്പെടുത്തിയാലോ എന്ന ചിന്ത. ഇവിടെ പലപ്പോഴും ഒരു കാര്യം തെറ്റോ ശരിയോ എന്നുള്ളതല്ല, പിന്നെയോ ഞാനത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരെ മുഷിപ്പിക്കുവാൻ ഇടയാകുമോ എന്നതാണ് മാനദണ്ഡമാകുന്നത്. തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കൂ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ പേരിന് ദോഷം വരാതിരുന്നാൽ മാത്രം മതിയെന്ന് ചിന്തിച്ച് തെറ്റിന് മൗനാനുവാദം കൊടുക്കുന്നവരേറെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പള്ളികളിലും സഭകളിലും ചിന്താക്കുഴപ്പത്തിലായ അസംതൃപ്തരായ അനേകം ആളുകളുണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയുക എന്നത് മഹത്തായ കാര്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. തെറ്റിനോട് വിട്ടുവീഴ്ച. നാം അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുമ്പോൾ പിന്നെ പാപത്തോട് നാം അനുരഞ്ജനപ്പെടില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ചിലപ്പോൾ ദുഃഖമുണ്ടായാലും ആത്യന്തികമായി നമുക്കത് അനുഗ്രഹമായി മാറും. യാക്കോബ് ആത്മീയമായി വളരുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ അവസ്ഥ മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല. അവൻ അത് ചോദിച്ചപ്പോൾ ഈ മക്കൾ തങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത് 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതിനവർ, ഞങ്ങളുടെ സഹോദരിയോട് അവൻ ഒരു വേശ്യയോടെന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു. അത് നല്ല ചോദ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവർ തന്നെ ശിക്ഷ നടപ്പാക്കുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവർ ആദ്യം ആ പയ്യനെ വിളിച്ച് സംസാരിച്ചിട്ട് അവരുടെ സഹോദരിയെ അവന് വിവാഹം ചെയ്തു കൊടുക്കണമായിരുന്നു. അതായിരുന്നു ഏറ്റവും ഉത്തമമായ കാര്യം. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശരിയായ കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും ആ നാട്ടിലുള്ളവരെ മുഴുവൻ കൊല ചെയ്യുന്നതിലും എത്രയോ നല്ലതായിരുന്നു അങ്ങനൊരു കാര്യം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇന്നൊരു ക്രിസ്തു വിശ്വാസി ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അനുവർത്തിക്കേണ്ട പ്രമാണം റോമാലേഖനം 12-ാം അധ്യായമാണ്. നാം പ്രതികാരത്തിന് ഒരുങ്ങുന്ന നിമിഷം
നാം വിശ്വാസത്താലല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്താലാണ് പ്രവർത്തിക്കുന്നത്. അതിലൂടെ നമ്മൾ ഈ കാര്യത്തിൽ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ എത്ര പേരോടുള്ള പ്രതികാര വാഞ്ചയുണ്ട് സുഹൃത്തെ? പലരോടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഉള്ളിൽ നീരസം പൊങ്ങുകയല്ലേ? അവർക്കെന്തെങ്കിലും ദോഷമായിട്ടുള്ളത് ഭവിച്ചു കാണുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? ദൈവം അവരെ ശിക്ഷിച്ച് കാണുവാൻ പ്രാർത്ഥിക്കുന്നവർ പോലും ഉണ്ടാകും. ഒരു മനുഷ്യനോട് പോലും കയ്പായിരിക്കുവാൻ ഒരു ക്രിസ്തുവിശ്വാസിക്ക് അനുവാദമില്ല. ആരോടെങ്കിലും കയ്പായിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ ദൈവഹിതത്തിന് വെളിയിലാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ നേരെയാക്കുവാൻ ഇന്ന് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് വേണ്ടത് ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കും, ശരിയായ വഴിയിൽ നിങ്ങളെ മുൻപോട്ട് നയിക്കും. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യാക്കോബിൻ്റെയും കുടുംബത്തിൻ്റെയും ശേഖേമിലെ താമസം അവരുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി മാറിയത് നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ്. ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും അവിടുത്തെ ആലോചന അന്വേഷിക്കുകയും ചെയ്യുന്നത് ദൈവജനത്തിന് അനിവാര്യമാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അതിന് അനുരൂപരാകാതെ ദൈവഹിതത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.